ലാലേട്ടനെ കണ്ട് പഠിക്കരുതെന്ന് ലാൽ ജോസ് സാർ അന്നേ എന്നോട് പറഞ്ഞതാണ്. നടി അന്ന രേഷ്മ രാജൻ പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത്. അങ്കമാലി ഡയറീസിലൂടെ ലിജോ ജോസ് പെല്ലിശ്ശേരി എടുത്ത അന്നയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് തന്നെക്കാൾ പ്രായത്തിൽ കുറവുള്ള നായകനെ പ്രേമിക്കുന്ന ലിച്ചിയായിട്ടായിരുന്നു. എന്നാൽ ലിച്ചി പിന്നീട് ട്രെൻഡിങ് ആവുകയും പിന്നീട് ലാലേട്ടനുമായി വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ ലാൽ ലാൽ എന്നൊക്കെ പറഞ്ഞ് ലാൽ ജോസ് സാർ സംസാരിച്ചെങ്കിൽ കൂടിയും ഒരിക്കലും അത് ലാലേട്ടനാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. പിന്നീട് എൻ്റെ ഒരു സുഹൃത്ത് തന്നെ വിളിച്ച് ലാലേട്ടൻ്റെ കൂടെ പടമൊക്കെ കിട്ടിയല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് സാക്ഷാൽ മോഹൻലാലാണ് ചിത്രത്തിലുള്ളതെന്ന് ഞാൻ അറിയുന്നത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാരണം ഒരു സീൻ എടുക്കുന്നതിന് മുമ്പ് ഡയലോഗ് പോലും മറന്നൊരവസ്ഥയെപ്പറ്റി പറയുകയാണ് നടി. പറയുന്നത് ഇതാണ്: ഒരു സീൻ എടുക്കുന്ന ടൈം വന്നപ്പോഴേക്കും ഞാൻ ഡയലോഗ് പറയാൻ മറന്നുപോയി. എതിരെ നിൽക്കുന്ന ലാലേട്ടൻ വരെ എന്നെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, ഡയലോഗ് പറയൂ എന്ന്. പക്ഷേ ആ എക്സൈറ്റ്മെൻറ്റ് കാരണം ഞാൻ പൂർണ്ണമായും ഡയലോഗുകൾ മറന്നുപോയി. എന്നാൽ എൻ്റെ ഈ ഒരു അവസ്ഥ കണ്ട് ലാൽ ജോസ് സാർ എന്നെ വന്ന് കണ്ടു പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും ലാലേട്ടനെ കണ്ടു പഠിക്കരുത്. കാരണം ലാലേട്ടൻ നോർമലി എല്ലാവരോടും കാര്യം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ആക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്യാരക്ടറായി മാറാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾ കണ്ട് ശീലിച്ചു കഴിഞ്ഞാൽ ആക്ഷൻ പറഞ്ഞ് ലാലേട്ടൻ അഭിനയിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ക്യാരക്ടറിലേക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളത്. പിന്നീട് പറയുന്നത് സിനിമകളിലേക്ക് എടുക്കുന്ന ആ ഒരു ഇടവേളകളെ പറ്റിയാണ്. പലപ്പോഴും അന്നയുടെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ പിന്നീട് അടുത്ത ചിത്രത്തിൽ അന്നയെ കാണുന്നത് ഭയങ്കര ഒരു കാലയളവ് വ്യത്യാസം കാണാറുണ്ട്. ഇതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് പല ക്യാരക്ടേഴ്സും വന്നു കഴിയുമ്പോഴേക്ക് ഈ ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ മാറ്റിയാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്യാരക്ടർ എന്നുള്ള നിലയിൽ ഞാൻ ഫെയിലിയർ ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ധാരാളം ഓപ്ഷനുകളുള്ളൊരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുന്നത്. സ്വാഭാവികമായി ഈ ക്യാരക്ടർ വേറെ ആരെയും തേടിപ്പോകും. അതുകൊണ്ടാണ് മലയാള സിനിമയിൽ ഇത്രയധികം എനിക്ക് ഗ്യാപ്പ് വരുന്നത്. പിന്നീട് ഞാനിപ്പോൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി ഞാനൊന്ന് റിക്കവർ ആകാൻ തന്നെയാകും. ജനുവരി ഒരു മാസമൊക്കെ തന്നെയാകും. പിന്നീട് എല്ലാവരും പറയുന്നുണ്ട് ഞാൻ ഓവർ വെയ്റ്റഡ് ആണെന്ന്. അതുകൊണ്ട് ഒരു മേക്ക് ഓവർ കൂടി ഞാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഒരു മേക്ക് ഓവർ ആഗ്രഹിച്ചിരിക്കുന്ന കുറച്ച് പേരുമുണ്ട്. അവരെ എനിക്ക് സങ്കടപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്നുള്ളത്. അങ്ങനെ നമുക്ക് ലിച്ചിയെ പോലെ ഒരുപാട് നല്ല ക്യാരക്ടറുകൾ ഇനിയും ലഭിക്കുമെന്നൊരു സൂചനയാണ് നടി തന്നിരിക്കുന്നത്. And I find myself wondering what did happen to the last 10. I ran away with my life, fast forward, never turn back again.